അസ്സലാമു അലൈക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സ്നാക്സ് ആണ്. അകത്ത് നല്ല രുചിയുള്ള ഒരു ഫില്ലിംഗ് വെച്ച് ചെയ്തെടുക്കുന്ന ഒരു നല്ലൊരു 4 മണി പലഹാരമാണ് കേട്ടോ. കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് ആണ്. അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് കുക്കിംഗ് ഓയിൽ വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൊണ്ട് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 2 പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരു 2 മീഡിയം വലിപ്പമുള്ള സവാള ഇതുപോലെ ചെറിയതായിട്ട് അരിഞ്ഞെടുത്തതാണ്. സവാളയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. സവാളയൊന്ന് പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തൊന്ന് വഴറ്റുകയാണ് കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് തീ ഒന്ന് കുറച്ചിട്ടിട്ട് ഈ സവാള ഒന്ന് വാട്ടിയിട്ടെടുക്കാം. സവാള ഒന്ന് വാടി വരുന്ന സമയം കൊണ്ട് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഒരു 250 ഗ്രാം ചിക്കൻ ഉണ്ട് കേട്ടോ. ഇത് ഞാൻ കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് കുക്കറിലിട്ടൊന്ന് വേവിച്ചിട്ട് എടുത്തിരിക്കുന്ന ചിക്കനാണ് കേട്ടോ. അപ്പോൾ ഈ ചിക്കൻ്റെ എല്ലാം ഒന്ന് കളഞ്ഞിട്ട് ചെറിയതായിട്ട് നമുക്ക് കൈ വെച്ചിട്ടൊന്ന് പിച്ചി എടുക്കാം. അപ്പോൾ സവാളയാണെങ്കിലും അത്യാവശ്യം ഇവിടെ നിന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. സാധാ നല്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ നിങ്ങളുടെ ഒരു എരിവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഒരു എരിവ് നോക്കണം. ഇത് അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ഫില്ലിംഗ് ആണ്. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. പൊടികളുടെ ആണെങ്കിൽ ആ ഒരു പച്ചമണമൊക്കെ മാറി വരണം. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി പൊടികളുടെ ആണെങ്കിൽ ആ ഒരു പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു മീഡിയം വലിപ്പമുള്ള ഉരുളക്കിഴങ്ങ് ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഞാൻ ഓയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തതാണിത്. ഇതുപോലെ ഫ്രൈ ചെയ്യുന്നതിന് പകരം നമുക്ക് വേവിച്ചിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഫ്രൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ സ്നാക്സ് പൊരിക്കാൻ എന്തായാലും എണ്ണ എടുക്കും. അപ്പോൾ ആ എണ്ണയ്ക്ക് അതിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്ത ഈ ഉരുളക്കിഴങ്ങും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ കൈവച്ചിട്ട് ചെറിയതായിട്ട് ഇതിലൊന്ന് പിച്ചെടുത്തിരിക്കുന്ന ഈ ചിക്കനും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നന്നായിട്ട് തന്നെ നമുക്കിത് ഇളക്കി കൊടുക്കാം. ചിക്കനും ആ ഉരുളക്കിഴങ്ങും ഒക്കെ നന്നായിട്ട് ഇതിനകത്ത് കിടന്നത് ചൂടായിട്ട് വരണം. ഇതിൽ കുറച്ചൊരു ഉപ്പിൻ്റെ ഒരു കുറവുണ്ട്. ഉപ്പും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നല്ലപോലെ ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഈ മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ട് ഒരു 3-4 മിനിറ്റോളം ഇതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുകയാണ്. ചിക്കനും ഉരുളക്കിഴങ്ങും ഒക്കെ നന്നായിട്ട് വെന്തതാണെങ്കിലും അതിനകത്ത് ആ മസാലയൊക്കെ നല്ലപോലെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ കുറച്ച് നേരം അടച്ചു വെച്ച് കൊടുത്തിട്ടൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതൊരു 3-4 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്നു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല രുചിയുള്ള ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഉപ്പൊക്കെ കറക്റ്റ് ആണെന്നൊന്ന് നോക്കാം കേട്ടോ. ഇനി ഈ ഒരു പാത്രത്തിലേക്ക് നമുക്കൊരു 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഈ മൈദയിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. പൊടിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴയ്ക്കുന്ന പോലെ തന്നെ നല്ല മയത്തിൽ നമുക്കിതൊന്ന് കുഴച്ചിട്ടെടുക്കണം. ഏകദേശം ഒരു 1/4 കപ്പ് വെള്ളം മതി കേട്ടോ നമുക്കിതൊന്ന് കുഴച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് കുഴയ്ക്കുകയാണെങ്കിൽ നല്ല മയത്തിൽ തന്നെ നമുക്ക് മാവ് കിട്ടും. മാവ് ഇവിടെ നല്ല പോലെ തന്നെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല സോഫ്റ്റ് ആക്കിയിട്ട് വേണം നമ്മൾ കുഴച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഈ മാവ് നമുക്കൊരു 10 മിനിറ്റ് നേരത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ബ്രെഡ് ക്രംസ് ആണ്. ഈ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഒരു 2 മുട്ട പൊട്ടിച്ചൂറ്റാണ്.
ഇതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ ഒരു വിസ്കോ സ്പൂണോ വെച്ചിട്ട് നമുക്കിത് ഈ മുട്ട നന്നായിട്ടൊന്ന് അടിച്ചിട്ടെടുക്കാം. അപ്പോൾ മുട്ടയും ഞാനിവിടെ നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 10 മിനിറ്റോളായിട്ടോ മാവൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇനി ഒരു കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ ഒരു ചപ്പാത്തി പലകയിലോ ഇതുപോലെ കുറച്ച് മാവൊന്ന് തൂക്കി കൊടുക്കുക. അതിനുശേഷം ചപ്പാത്തി പരത്തുന്നതിലും കുറച്ചും കൂടെ മാവ് എടുത്തിട്ട് കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയിട്ട് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് പരത്തിയിട്ടെടുക്കാം. കറക്റ്റ് റൗണ്ട് ഷേപ്പിലൊന്നും പരത്തണമെന്നില്ല കേട്ടോ, നമ്മളിത് കട്ട് ചെയ്തിട്ടെടുക്കുന്നതാണ്. പരത്തിയിട്ടെടുക്കുമ്പോൾ ഒരുപാട് കട്ടിയും കാണാൻ പാടില്ല, ഒരുപാട് നൈസുമായിട്ട് പോകരുത്. നമ്മൾ അകത്ത് ഫില്ലിങ് വെച്ച് കൊടുക്കുമ്പോൾ അത് പൊട്ടി പോകാതിരിക്കാനുള്ള ഒരു കട്ടി വേണം. അപ്പോൾ ഞാനിതിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഈ ഒരു കട്ടിക്ക് വേണം കേട്ടോ നമ്മളൊന്ന് പരത്തിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതുപോലെ ചെറിയ റൗണ്ടായിട്ടുള്ള ഇതുപോലത്തെ ഒരു പാത്രമോ അല്ലെങ്കിൽ റൗണ്ടായിട്ടുള്ള ഒരു അടപ്പോ എടുത്തിട്ട് ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇതുപോലെ റൗണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ബാക്കിയുള്ള മാവ് നമുക്ക് ഇങ്ങ് എടുത്തേക്കാം. ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂണോളം ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഒരുപാട് ഫില്ലിങ് വെച്ച് കൊടുക്കരുത്, നമുക്കിത് മടക്കിയെടുക്കാനും ബുദ്ധിമുട്ടാവും. അപ്പോൾ ഞാൻ ഈ 3ലേക്ക് ഓരോ ടേബിൾ സ്പൂൺ വെച്ചിട്ട് ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഈ ഒരു സൈഡിൽ നിന്ന് മടക്കി കൊണ്ടുവന്നിട്ട് നമുക്കിതുപോലെ നന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കാം. ഈ ഒരു അറ്റം നമ്മൾ കൈവച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ. നല്ലപോലെ പ്രസ് ചെയ്തില്ലെങ്കിൽ അതങ്ങ് പൊട്ടിപ്പോവും. അപ്പോൾ നന്നായിട്ട് തന്നെ ഇതുപോലെ പ്രസ് ചെയ്തിട്ട് ഞാൻ ഈ ഒരു ഷേപ്പാക്കി ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഷേപ്പാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ ബാക്കി മാവെല്ലാം പരത്തി അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെച്ചിട്ട് ഈ ഒരു ഷേപ്പാക്കി ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഓരോന്നും എടുത്തിട്ട് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയിലേക്കൊന്ന് മുക്കിയിട്ട് ഇതിൻ്റെ ഈ എല്ലാ സൈഡിലൊന്ന് ബ്രെഡ് ക്രംസ് ആക്കി കൊടുക്കാം. അപ്പോൾ ഞാനിത് ഇവിടെ എല്ലാം തന്നെ ബ്രെഡ് ക്രംസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി. ഓയിൽ അത്യാവശ്യം നല്ല ചൂടായിട്ട് കിടക്കാണ്. ഇട്ട് കൊടുക്കുന്ന സമയത്ത് തീയൊന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. ഒരുപാട് തീ കുറയ്ക്കേണ്ട, മീഡിയം ഫ്ലെയിമിൽ നിന്ന് തീയൊന്ന് കുറച്ച് വെച്ച് കൊടുത്താൽ മതി. അകത്തെ ഒരു ഫില്ലിംഗ് ഒക്കെ നന്നായിട്ട് വെന്താണെങ്കിലും പുറമേയുള്ള ഒരു മാവ് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മൊരിഞ്ഞ് കിട്ടണം. ഇതുപോലെ പതിയെ തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്കും നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. അപ്പോൾ ഇതിവിടെ ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാനിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുകയാണ്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്നാക്സ് എല്ലാം തന്നെ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല രുചിയുള്ളൊരു സ്നാക്സ് ആണ് കേട്ടോ. അകത്ത് നമ്മളൊരു ചിക്കൻ്റെ ഒക്കെ ഫില്ലിങ് വെച്ച് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. കൂടെ ടൊമാറ്റോ കെച്ചപ്പും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു സ്നാക്സിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുവാണെങ്കിൽ ആ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ തന്നെയുള്ള ഒരു ബെൽ ഐക്കണും കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഇൻഷാല്ലാ വീണ്ടും നമുക്ക് നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.